ഇതിൽ ഒരുപാട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഞങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിട്ടാ, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഞാൻ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഡിഫറൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിട്ടാ. എന്നിട്ട് ഞാൻ ബാക്കി ആ ക്രീമിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മുമ്പ് ഞാൻ നല്ല ബ്ലാക്ക് ആയിരുന്നു. അത് മാത്രമല്ല, അത്യാവശ്യം എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു, ടാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഈ മുമ്പുള്ള ഞാനായിരുന്നു. ആ ഒരു ഇതിൽ നിന്ന് ഇത്രയും മിറാക്കിൾ ചേഞ്ചസ് വന്നത് ഈ ഒരു ക്രീം കാരണമാണ്. അന്ന് ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ക്രീമാണ് നല്ലത്, ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് മെലാനിൻ്റെ കണ്ടന്റ് കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് എല്ലാവരുടെ കയ്യിൽ എത്തുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും ഭയങ്കര മിറാക്കിൾ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ്, ബ്ലാക്ക് മാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിൽ ഞാൻ ഫോട്ടോ വെച്ചാൽ ഏത് കറുത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല വെളുപ്പിക്കാൻ പറ്റുന്ന ഫോട്ടോ ഷൂട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇട്ടാൽ മതി. അതപ്പോ അത് ഇടാതെ എടുത്ത ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷനിൽ എടുത്തൊരു ഫോട്ടോ ആണ് ഒന്ന്. അപ്പൊ നിങ്ങൾ ആ കുട്ടിന്റെ നിറം കണ്ടില്ലേ നിങ്ങള്? അതുപോലെ തന്നെ നല്ല ലൈറ്റത്ത് നിന്ന് എടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ നല്ല ലൈറ്റത്തായിരിക്കണം, നല്ല ലൈറ്റത്ത് നിന്ന് എടുത്തുന്ന ഏത് കറുത്ത വ്യക്തി നല്ല വെളുത്ത വ്യക്തിയാവും. ഇതൊക്കെയാണ്. അല്ലാതെ ഈ ക്രീം തേച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ വെളുക്കണ ക്രീമുകളുണ്ട്. ഈ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മളെ മുഖം വെളുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങളാണ്. ഇതൊന്നും ഇപ്പോഴൊന്നും കാണൂല. നമ്മൾ കുറച്ച് വയസ്സാകുമ്പോൾ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ആകെ എന്താ പറയാ, ആ ക്രീം പിന്നെ കിട്ടാതായി കഴിഞ്ഞാലോ അതിനെക്കാട്ടിയും വലിയ പ്രശ്നത്തേക്കാണ് പോണത്. അപ്പൊ എൻ്റെ മക്കളോടായാലും എൻ്റെ കുടുംബക്കാരായാലും കൂട്ടക്കാരാരോടാണെങ്കിലും ഞാൻ പറയണത്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മക്കളെ നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കാതിരിക്കുക. നല്ല പിന്നെ അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം അസുഖങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതിൽ പോലെ തെറ്റും നിങ്ങൾ പറയും. എന്തെല്ലാം അസുഖങ്ങളുണ്ട്. എന്തിനാ നമ്മൾ ഇത് വരുത്തി വെക്കണത്? ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരാവും ഇത് വിറ്റ്